ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ചെയ്തെടുക്കുക, ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലുള്ളവർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് വേണ്ടത് കോഴിമുട്ട, 1/4 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് മൈദപ്പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ബട്ടറാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അൺസാൾട്ടഡ് ബട്ടറാണ്. അതുപോലെ കളറ്, ഒരു നുള്ള ഉപ്പ്, കോഴിമുട്ടയ്ക്ക് 1/2 ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചിട്ട് കൈകൊണ്ട് തന്നെ നമ്മൾ വിസ്ക് ഉപയോഗിച്ച് അടിച്ചെടുക്കുകയാണ്. ഒരിക്കലും ബീറ്റർ യൂസ് ചെയ്യരുത്. അപ്പോൾ സോഫ്റ്റ് ആയിക്കാരം, കാരണം അത് ക്രിസ്പി ആയി കിട്ടുന്ന ഒരു ബിസ്ക്കറ്റ് ആയതുകൊണ്ട് ഒരിക്കലും ബീറ്റർ യൂസ് ചെയ്യരുത്. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. പഞ്ചസാര അലിയണ വരെ നമുക്ക് കൈകൊണ്ട് അടിച്ചെടുക്കാം. വിസ്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പൂൺ ഉപയോഗിച്ചാലും മതി. ഇനി ഇതിലേക്കാണ് ഡയറക്റ്റായിട്ട് പൊടി ചേർത്ത് കൊടുക്കുന്നത്. മുമ്പ് തരിച്ച് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മൈദപ്പൊടിയും ബേക്കിംഗ് പൗഡറും ഉപ്പും ഇട്ടിട്ട് അതിലേക്ക് തന്നെ തരിച്ചെടുക്കുക. ഇനി ഒരു വിസ്കോ സ്പൂണോ ഉപയോഗിച്ച് ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മെഷർമെൻറ്റ് ഒരിക്കലും തെറ്റിപ്പോവരുത്. മെഷർമെൻറ്റ് തെറ്റിയാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ബിസ്ക്കറ്റ് കിട്ടില്ല. അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ട പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ നോക്കുക. ഞാനിവിടെ ഇതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. 2 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുക. അതാണ് ടേസ്റ്റാണ്. ബട്ടർ ചേർത്താൽ ഒന്നും കൂടി ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. ഇനി അതിലേക്ക് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. യെല്ലോ കളറാണ്, ഫുഡ് കളറാണ്. യെല്ലോ കളർ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി ഞാനിത് ഒരു വിപ്പിംഗ് ബാഗിൽ നിറച്ച് കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ബാഗ് വേണമെന്നൊന്നുമില്ല. നിങ്ങളെ കയ്യിൽ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന കവറ്, PP കവറിലൊക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ അടിഭാഗം ഓട്ട കുത്തിയിട്ട് അതുകൊണ്ട് ചെയ്തെടുത്താലും മതി. ഇവിടെ ഞാൻ സോസ് പാനിൽ ബട്ടർ തേച്ചിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇത് ഡോട്ടിട്ട് കൊടുക്കുകയാണ്. വിട്ടിട്ട് ഡോട്ട് ഇടാൻ നോക്കുക. കാരണം വെന്ത് വരുമ്പം തമ്മിൽ കൂട്ടി തട്ടാൻ സാധ്യതയുണ്ട്. ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. നമ്മളിത് ചെയ്യുന്നതിന് മുമ്പേ ഗ്യാസിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ച് ബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഡയറക്റ്റായിട്ട് നിങ്ങൾ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചാൽ അടിഭാഗം കരിഞ്ഞു പോവും. ഒരു 15-20 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം തുറന്ന് നോക്കിയിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് തട്ടി നോക്കുക. എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, അത് തൊട്ട് നോക്കിയാൽ ക്രിസ്പി ആയിക്കണമെന്ന്. ഇല്ലയെന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്യാം. നിറം മാറി തുടങ്ങിയാൽ നിങ്ങൾക്ക് ഇതിന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റിലിട്ടത് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് രണ്ടാമത് ഇതുപോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂടാറിയതിന് ശേഷം ഇതിൽ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് പൈപ്പിൻ്റെ ചോട്ടിൽ ഫ്രൈ പാൻ ഒന്ന് കാണിച്ചൊന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ ചെയ്തെടുത്താലും മതി. അതുപോലെ ചെയ്തെടുത്ത് പിന്നെ ഞാൻ ഫ്രൈ പാനിൽ ഡയറക്റ്റായിട്ട് ഒഴിച്ചിട്ട് വെച്ചതായിരുന്നു ഇത്. ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് ബിസ്ക്കറ്റ് കിട്ടില്ല.
ഇനി ഇതത് അയക്കണമെന്ന് നോക്കുക, ഒന്ന് തൊട്ട് നോക്കുക. അടർന്ന് പോരുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി നമുക്കൊന്ന് ബേക്ക് ചെയ്യാം. ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ബിസ്ക്കറ്റാണ്. നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പം വെച്ച് കൊടുക്കാൻ പറ്റിയ ടൈപ്പ് ബിസ്ക്കറ്റാണ്. നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന കോയിൻ ബിസ്ക്കറ്റ്, മുട്ട ബിസ്ക്കറ്റ് എന്നൊക്കെ പറയുന്ന ബിസ്ക്കറ്റാണ്. ഇത് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല ക്രിസ്പിയാണ്, പൊട്ടിച്ചാൽ നല്ല പൊട്ടൻ ടൈപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ ഡിസൈൻ ചെയ്തതാണ്, കളർ കൊണ്ട് ഡിസൈൻ ചെയ്തതാണ് ഇത്. അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കല്ലേ. അപ്പം നാളെ പുതിയ വീഡിയോയുമായിട്ട് വരാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.